ഇനി നിയമസഭാ അവലോകനമാണ്. അറിയാമല്ലോ, സഭ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയോടെയാണ്. ഓർഡർ ഓർഡർ. ചോദ്യം നമ്പർ 241 ശ്രീ ടി വി രാജേഷ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ചില പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. ഞാനും UDF കക്ഷി നേതാക്കന്മാരും അങ്ങേ കണ്ട് അത് ആവശ്യപ്പെടുകയും ചെയ്തു. അതേ സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകണം എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത് ഞങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരു സഭാ നേതാവ് ഒരിക്കലും അങ്ങനെ ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. അത് സംബന്ധിച്ച് ഒരു തീരുമാനം പറയണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ശിവസേനയെയും സംഘപരിവാറിനെയും കുറിച്ച് പറയുമ്പോഴുള്ള ഒരു തരത്തിലുള്ള പ്രത്യേക മാനസികാവസ്ഥയാണ് ഇവിടെ പ്രകടമാകുന്നത്. എന്താണ് അതിന് കാരണം എന്നറിയില്ല. സർ, ഈ നിലപാടാണ് തിരുത്തേണ്ടത്. മുഖ്യമന്ത്രി സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരം പദപ്രയോഗങ്ങളാണ് അദ്ദേഹത്തിന് ചേർന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഇന്നലെ ഞങ്ങൾ ഉന്നയിച്ച വിഷയത്തെ ശിവസേനയെ ഞങ്ങൾ വാടകയ്ക്കെടുത്തതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് ചേർന്ന നടപടിയാണോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കട്ടെ. ഞങ്ങൾക്ക് ഏതായാലും BJPയോടും ശിവസേനയോടും പോരാടുന്നതിന് മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. BJPയോടും ശിവസേനയോടും പോരാടുന്നതിന് കോൺഗ്രസിന് മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് എന്നാണല്ലോ അർത്ഥം. മംഗലാപുരത്ത് പോയി ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു. കോൺഗ്രസിന്റെ പോലീസിന്റെ ഗവൺമെന്റിന്റെ സാന്നിധ്യത്തിലാണ് പ്രസംഗിച്ചത്. പക്ഷേ സർ, അത് മറൈൻ ഡ്രൈവിലെ ഗുണ്ടകൾ കേട്ടില്ല, മറൈൻ ഡ്രൈവിലെ പോലീസ് കേട്ടില്ല. ഞാൻ മംഗലാപുരത്ത് പോയതിനെ കുറിച്ച് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പറയേണ്ടതില്ല എന്നാ തോന്നുന്നത്. എന്തോ അദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ട് അത് പരാമർശിക്കുകയുണ്ടായി. ഒരു കോൺഗ്രസിന്റെ ഒന്നും ഒരു തണലിൽ ഞാൻ അവിടെ പോയതാണെന്ന്. അതായത് അതിന് ഞാനിപ്പോൾ പരാമർശിക്കാൻ പോകുന്നില്ല. അത് ആ തരത്തിൽ അതിനെ പറയേണ്ടതില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് ചർച്ച കഴിഞ്ഞ ദിവസം നടന്നതാണ്. ഇപ്പോൾ തർക്കം അതല്ല, ഇതാണ്. പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എത്രമാത്രമാണ് RSSനോടും സംഘപരിവാറിനോടും സമരസപ്പെട്ടു പോകുന്നത് എന്ന് പൊതുവായിട്ട് കാണുന്നുണ്ട്. അതിന്റെ പ്രകടനമാണ് സാർ ഇവിടെ കണ്ടത്. അതിന്റെ പ്രകടനത്തിന് നേരെയാണ് എന്റെ വാചകങ്ങൾ ഉണ്ടായത്. എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? സർ, നിങ്ങൾ സീറ്റ് പോയിരുന്നാൽ അദ്ദേഹം സംസാരിക്കാൻ പറ്റും. നിങ്ങൾ സീറ്റ് പോയിരിക്കും അദ്ദേഹം സംസാരിക്കട്ടെ. രണ്ടും കൂടി നടക്കില്ല. പ്ലീസ്. അല്ല, അത് നടക്കില്ല. നിങ്ങൾ സീറ്റ് പോയിരുന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാം. അല്ല, അത് നടക്കില്ല. നിങ്ങൾ സീറ്റ് പോയിരിക്കും എന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാം. യു പ്ലീസ് ഗോ ടു യുവർ സീറ്റ്. പ്ലീസ് മൈക്ക് കൊടുക്കും. നിങ്ങൾ പോയിരുന്നാൽ കൊടുക്കും. ശ്രീ ടി വി രാജേഷ് അങ്ങിരിക്കും. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ ഒരു പരാമർശം, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ടുവന്നവരാണ് ഇന്നലെ മറൈൻ ഡ്രൈവിൽ ഈ സമരം നടത്തിയത് എന്ന് പറഞ്ഞത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് പിൻവലിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അത് ബഹുമാനപ്പെട്ട സ്പീക്കറെ ഞങ്ങൾ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടതാണ്. ഇന്നലെ മുഖ്യമന്ത്രി വെള്ളിലിറങ്ങിയതും വളരെ ദൗർഭാഗ്യകരമായ സംഭവമായി. സർ, ഒരിക്കലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ സഭയിൽ നടക്കാൻ പാടില്ലാത്തതാണ്. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു ഈ കാര്യത്തിൽ ഭരണപക്ഷവുമായി സംസാരിച്ച് ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് രാവിലെ വരെ അത് വെയിറ്റ് ചെയ്യുകയാണ്. അതിനൊരു നടപടിക്രമമുണ്ട്. സാധാരണഗതിയിൽ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ സഭയിൽ സെഷൻ തീരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ റൂളിംഗ് ഉണ്ടാവും. ഒന്ന്, അത് എപ്പോൾ റൂളിംഗ് വേണമെന്ന് ദയവ് ചെയ്തിട്ട് വാശി പിടിക്കരുത്. ശരിയല്ല. പ്ലീസ്. സർ, എന്നെപ്പറ്റി തീർത്തും വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ അദ്ദേഹം പരാമർശിച്ചത്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. സർ, അങ്ങിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങ് എഴുന്നേറ്റ് നിന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ഞാൻ ഇവിടെ എൻ്റെ സീറ്റ് വിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങ് സാക്ഷിയാണ്. സർ, പച്ച കള്ളം പറയുന്നതിന് അതിനു വേണ്ടി സഭാ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെല്ലിലിറങ്ങിയത് ചെയറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അടിയന്തര പ്രമേയത്തിന്
അല്ല, ഇവർ ഈ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ സീറ്റ് പോയിരുന്നെങ്കിൽ അവിടെ കൂടെ പറയണ്ടേ? അവിടെ പറഞ്ഞല്ലോ. ഞാൻ ശ്രീ നിങ്ങൾ അവരാരും എണീക്കുന്നില്ല. പ്ലീസ് പ്ലീസ് അങ്ങ് പറയും. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ ഞാൻ വാക്കൗട്ട് പ്രസംഗം നടത്തുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് എന്ന് ചില പരാമർശങ്ങൾ നടത്തിയത്. അന്നേരമാണ് ഇവിടുത്തെ മെമ്പർമാർ വെല്ലിലേക്ക് വന്നത്. ആ സമയത്ത് മുഖ്യമന്ത്രി അങ്ങ് സഭയിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങ് ഇവിടുന്ന് പോകുന്നു, മുഖ്യമന്ത്രി സഭയുടെ വെല്ലിലേക്ക് ഇറങ്ങുന്നു. സാർ, അത് ശരിയായ, അത് എല്ലാവരും കണ്ട കാര്യമാണ്. സാർ, എന്ത് പ്രകോപനം ഉണ്ടായ കാലത്തും ഒരു മുഖ്യമന്ത്രിമാരും ഈ വെല്ലിലേക്ക് ഒരിക്കലും ഇറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം അങ്ങ് ഓർക്കണം. ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ സാർ? അത് ശരിയായ കാര്യമാണോ സാർ? ഞാൻ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് പറയുന്നത് ശരിയാണോ സാർ? സാർ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കൂടെ ഒന്ന് പറയട്ടെ. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ വെല്ലിൽ നിന്ന് സംസാരിച്ചിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ ധാരാളം ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സഭാംഗമായിരുന്ന ഘട്ടത്തിലും ഞാൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിലും ഇവിടെ ആ തരത്തിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. സർ, ഇവിടെ ഉണ്ടായത് ഒരു പ്രത്യേക ഘട്ടമാണ്. ആ പ്രത്യേക ഘട്ടത്തിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അപ്പുറത്തുള്ളവരാണെങ്കിലും അവരുമായി കയർക്കാനല്ല, അവരുമായി സംസാരിക്കുകയാണ് ഞാൻ ചെയ്തത്. ആ സംസാരിച്ചതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. പ്ലീസ് പ്ലീസ്, ഇത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് ഞാൻ പറയട്ടെ. സാർ, ഇന്നലെ അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഒരു പ്രത്യേക ഘട്ടമായിരുന്നു ഇന്നലെ. സാധാരണഗതിയിൽ നമ്മളെല്ലാം ഇവിടെ വെച്ച് സംസാരിക്കുന്ന പോലെ അല്ല ഇന്നലെ സഭാതലം വളരെയേറെ ചൂടുപിടിച്ച ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ മെമ്പർമാർ വെല്ലിറങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്റെ സീറ്റിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വന്ന് മെമ്പർമാരോട് കയർക്കുന്ന നടപടിയാണ് ഉണ്ടായത്. അതാണ് ശരിയല്ലാത്ത. സഭ ചേരാത്ത സന്ദർഭങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് ഈ സഭയിൽ സമയം കളയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ സഭ ചേർന്ന സന്ദർഭത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമല്ലോ. ഇതാ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ കാലത്തു തന്നെ. അനാവശ്യമായ കാര്യങ്ങൾ കാണിച്ചിട്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ആള് വരണം. ഈ സമ്മേളനത്തിലല്ല കേട്ടോ, ഇതിനു മുന്നത്തെ സമ്മേളനത്തിൽ അന്ന് ഈ മുഖ്യമന്ത്രി ഇങ്ങനെയും പറഞ്ഞിരുന്നു. ഒരു പിൻവലിക്കലും നടക്കാൻ പോകുന്നില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. പോയിട്ട് വേറെ പണി നോക്കില്ല. ആശാൻ നിന്നു മുള്ളിയാൽ പ്രതിപക്ഷത്തെ കുട്ടികൾ നടന്നു മുള്ളും എന്ന കാര്യം സഭയുടെ ആശാനായ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവലോകനം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.